തൊട്ടങ്ങല്ലേ തത്തി തത്തി ടേസ്റ്റ് പാട്ട്. ഹലോ, അപ്പോൾ ഇന്നൊരു മീൻകറിയുടെ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു അയലക്കുട്ടികളില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മൂത്ത അയലല്ല, അതുകൊണ്ടാണ് ഞാൻ അയലക്കുട്ടികൾ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മീനൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. അങ്ങനെ നമ്മളെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു. അപ്പോൾ അതിലേക്ക് നമ്മളിനി സവോള അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവോളയും ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവോളയും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നിളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ മുളക് പൊടിക്ക് തീരെ എരിവില്ല, അതുകൊണ്ട് കുറേ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഇതിന് മുമ്പ് നമ്മൾ ആ മില്ലിൽ നിന്ന് മുളക് പൊടി വാങ്ങിച്ചിട്ട് കുറച്ചിട്ടാൽ നല്ല എരിവായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചിടുമ്പോൾ കറിക്ക് കളർ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കലുണ്ട്. ഈ പ്രാവശ്യം അതിൻ്റെ ആവശ്യമില്ല, എരിവ് കുറവ് നല്ലോണം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കളറും ഉണ്ടാവും കേട്ടോ. പിന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ചിട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് എരിവുണ്ടാവുമല്ലോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഞാൻ എപ്പോഴും പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കൽ. തക്കാളി ചേർത്തിട്ട് ഒന്നിങ്ങോട്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളിവെള്ളം ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. വാളംപുളിയാണേ. കുടംപുളി ഇട്ട് മീൻ കറി വെക്കണതിന് ഒരു വേറെ ടേസ്റ്റാണല്ലേ. അത് നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിന്നെ കഴിക്കണം, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇതിപ്പോൾ വാളംപുളി ആയതുകൊണ്ട് വാളംപുളി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ് കേട്ടോ. കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നല്ല മൂത്ത അയലല്ല എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആ കുഞ്ഞി ആ കണ്ണുകളൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ എടുത്തിട്ടുണ്ട്. ആ തലയുടെ ആ ഭാഗം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ അയലയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് ചെറിയ അയല ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് തിളവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കറി നല്ല അടിപൊളി മണം കേട്ടോ മീനിൻ്റെ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ഈ ഒരു തവി വെച്ച് ഇളക്കുമ്പോൾ അങ്ങനെ മീൻ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പക്ഷെ ഇത്രയും കറി വേണ്ട, കുറച്ചും കൂടെ കറി ഒന്ന് വറ്റി വരട്ടെ. ഉപ്പുണ്ടെന്ന് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനുണ്ട് കേട്ടോ. ഞാനൊന്നും കൂടെ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ മീൻകറി അവിടെ ഇരുന്ന് വറ്റട്ടെ. അതുകൊണ്ട് ആ സമയത്തിന് നമുക്ക് കുറച്ച് പപ്പടം കഴിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിനിയിപ്പോൾ പപ്പടം പപ്പടം കാച്ചി പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ടോ. പിന്നെ ഇത് മത്തിയാണ് കേട്ടോ. മത്തി കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയില്ലായിരുന്നോ, അപ്പോൾ അന്ന് അമ്മ മസാലയൊക്കെ തേച്ചിട്ടുള്ള മത്തി കുറച്ച് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് വറുക്കുകയാണ്. അപ്പോൾ മത്തി വറുത്തതും നമ്മുടെ അയലക്കറിയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറും റെഡിയായി കേട്ടോ. അപ്പോൾ പുറത്ത് കുറച്ച് മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മഴ എന്ന് പറയുമ്പോൾ ചെറിയ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂട് ചോറും അയലക്കറിയും മത്തി വറുത്തതും പപ്പടവും അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരെ ചോറിനാണെന്ന് അറിയാം, കിച്ചുമോളാണ്. കിച്ചുമോളോട് ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ തവി എടുക്കരുത് എന്ന് പറയലുണ്ട് കേട്ടോ. വിളമ്പാൻ ചൂടുള്ള സാധനം വിളമ്പാൻ അതുകൊണ്ട് എടുക്കരുത് എന്ന് പറയും. പക്ഷെ അവൾ ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ.
അപ്പം എന്നോട് പറയണം അമ്മ ഞാൻ കുറേ ചോറ് എടുക്കുന്നുണ്ട് കാരണം അതെന്താ കുറേ ചോറ് എടുത്താൽ ഉണ്ണോ എന്ന് ചോദിച്ചു. ഉണ്ണും, കാരണം മീൻകറീൻ്റെ മണം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനും കറിയും ഒക്കെ എടുക്കുന്നുണ്ട്. കറി എരിവില്ലാത്തതുകൊണ്ട് കറി നല്ലോണം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ചോറൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ കറി കാണാനുള്ള എന്താ കളറ് മാത്രമേ ഉള്ളൂ, എരിവില്ല കേട്ടോ. എരിവ് കുറച്ചുണ്ട്, പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടതിൻ്റെ അതിൻ്റെ ഒരു എരിവുണ്ട്, അല്ലാതെ വലിയൊരു എരിവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോളോട് പറഞ്ഞു മത്തിയും കൂടെ ഉണ്ട്, മത്തി വറുത്തതും കൂടെ എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ പപ്പടത്തിൻ്റെ ആശാനാണ് കിച്ചുമോൾ കേട്ടോ. അപ്പം ഞാൻ പറയും നിന്നെ ഇനി പപ്പടം ഉണ്ടാക്കണ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടാം കേട്ടോ എന്ന് പറയും. ഭയങ്കര ഇഷ്ടമാണ് പപ്പടം എടുക്കണേൽ ഒരു കണക്കൊന്നും ഉണ്ടാവില്ല, അങ്ങനെ എടുക്കും കേട്ടോ. ഇവിടെ പപ്പടം കൂടുതൽ കഴിക്കുന്ന ആൾ കിച്ചുവാണ്. ഞാൻ തത്തയ്ക്ക് പപ്പടം ഇഷ്ടേ അല്ല കേട്ടോ. ഞാൻ പപ്പടം എടുക്കും, ഇറച്ചിക്കറി മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് പപ്പടം ഇഷ്ടമാണ് കേട്ടോ. അല്ലാത്ത സമയത്ത് അങ്ങനെ കഴിക്കൂല. അപ്പോൾ അവൾ ചോറ് വിളമ്പി, നല്ല ചോറ് തന്നെ കേട്ടോ. ഇതാക്കണ മീൻ വറുത്തത് കൊടുത്തു. അപ്പോൾ ഞാൻ അച്ചാർ എടുക്കാൻ പറഞ്ഞപ്പോൾ അച്ചാർ വേണ്ടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഓള് ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ, ഹാളിക്ക് കൊണ്ടുപോവുകയാണ്. എനിക്കിവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലീൻ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണുള്ളൂ. കിച്ചുമോൾ അവിടെ TV ഉപ്പും മുളകുമാണ് കേട്ടോ കാണുന്നത്. ഒന്നെങ്കിൽ ഉപ്പും മുളകും കാണും, അതല്ലെങ്കിൽ പിന്നെ കൊറിയൻ മൂവി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.